നമസ്കാരം. പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മെയ് മാസം 1 മുതൽ 10 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, 2025 ഏപ്രിലിൽ മരണപ്പെട്ട മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ് സണ്ണി തോമസ്. 2025 ഏപ്രിലിൽ മരണപ്പെട്ട മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ് സണ്ണി തോമസ്. മികച്ച കായിക പരിശീലകന് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം 2002 ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയപ്പോൾ മുഖ്യ പരിശീലകനായിരുന്ന വ്യക്തി കൂടിയാണ് സണ്ണി തോമസ്. അപ്പോൾ 2025 ഏപ്രിലിൽ അന്തരിച്ച ദേശീയ ഷൂട്ടിംഗ് പരിശീലകനാണ് സണ്ണി തോമസ്. ഇദ്ദേഹത്തിന് 2002 മികച്ച കായിക പരിശീലകന് നൽകുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വനം മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് രാജേഷ് രവീന്ദ്രൻ. വനം മേധാവിയായിട്ട് ചുമതലയേറ്റതാരാണ്? രാജേഷ് രവീന്ദ്രൻ ആണ്. അടുത്തത്, കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ച ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാനാണ് അലോക് ജോഷി. കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ച ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാനാണ് അലോക് ജോഷി. ദേശീയ സുരക്ഷാ കൗൺസിൽ നിർദ്ദേശിക്കുന്ന ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ ഉപദേശം നൽകുക എന്നതാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ ചുമതല. 1998 ഈ സ്ഥാപനം സ്ഥാപിതമായത്. അപ്പോൾ കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ച ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? അലോക് ജോഷിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ കപ്പലിന് എത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനലാണ് വിഴിഞ്ഞം. ഏറ്റവും വലിയ കപ്പലിന് എത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ രാജ്യാന്തര കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ 10 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. അതേപോലെ ഏറ്റവും ഉയരമുള്ള പുലിമുട്ട് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞത്താണ്. കടലിന് മുകളിലും താഴെയുമായി 27.5 മീറ്റർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിലെ പുലിമുട്ടിന്റെ ഉയരം. അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ പങ്കാളിത്ത പദ്ധതി മോഡലാണ് ഏത്? വിഴിഞ്ഞം. ആദാനി പോർട്ടുമായിട്ട് 2015 ഉമ്മൻചാണ്ടി സർക്കാരുടെ കാലഘട്ടത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനായിട്ട് കരാറിൽ ഒപ്പിട്ടത്. 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്കു കപ്പലാണ് സാൻ ഫെർണാണ്ടസ്. 2024 ജൂലൈ 11 സാൻ ഫെർണാണ്ടസ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്നത്. അതേപോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത് 18 മുതൽ 20 മീറ്റർ വരെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത്. അതേപോലെ രാജ്യത്തിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖവുമാണ് ഏത്? വിഴിഞ്ഞം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ കപ്പലിന് എത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ രാജ്യാന്തര കണ്ടെയ്നർ തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം. അടുത്ത ക്വസ്റ്റ്യൻ, കെയർ സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ട് 2025 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കെയർ സ്റ്റേറ്റ് റാങ്കിംഗ് റിപ്പോർട്ട് 2025 ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ഗുജറാത്തിന്, 3ാം സ്ഥാനം കർണാടകയ്ക്കുമാണ്. അപ്പോൾ ഇന്ത്യയിലെ 2ാമത്തെ വലിയ കെയർ റേറ്റിംഗ് ഏജൻസിയായ കെയറെഡ്ജ് റേറ്റിംഗ് ലിമിറ്റഡ് ആണ് ഈ പട്ടിക പുറത്തിറക്കിയത്. അതിൽ പ്രകാരമാണ് മഹാരാഷ്ട്ര 1ാം സ്ഥാനം. സാമ്പത്തിക വളർച്ച, സാമ്പത്തിക മേഖലയിലെ പ്രകടനം, പരിസ്ഥിതി വികസനം, ആരോഗ്യ ധനകാര്യ മാനേജ്മെന്റ്, ഭരണ നിലവാരം എന്നിവ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പട്ടികയാണിത്. ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 1ാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര, 2ാമത്തേത് ഗുജറാത്ത്, 3ാമത്തേത് കർണാടക. നെക്സ്റ്റ്, വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് വേദിയാണ് മുംബൈ. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ്
വേദി എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ആണ് മുംബൈയിൽ നടക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് വേദി വേവ്സ് 2025 വേദി ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് വേദിയാണ് ഇത്. ഉദ്ഘാടനം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് 2025 മെയ്യിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ഗിരിജ വ്യാസ്. 2025 മെയ്യിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ആര്? ഗിരിജ വ്യാസ്. 2005 മുതൽ 2011 വരെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു ഗിരിജ വ്യാസ്. അതേപോലെ ചിത്തോർ, ഉദയ്പൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള MP കൂടിയായിരുന്നു ഗിരിജ വ്യാസ്. അപ്പോൾ 2025 മെയ്യിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ആര്? ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന കാലഘട്ടം ചോദിച്ചാൽ 2005 മുതൽ 2011 വരെയാണ്. ദേശീയ വനിതാ കമ്മീഷൻ രണ്ട് തവണ അധ്യക്ഷയാകുന്ന വ്യക്തിയാണ് ഗിരിജ വ്യാസ്. അതേപോലെ ചിത്തോർ, ഉദയ്പൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും MP-യുമായിട്ടുണ്ട്. അതേപോലെ മൻമോഹൻ സിംഗ് മന്ത്രിസഭയില് ദാരിദ്ര്യ നിർമ്മാർജ്ജന മന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് ആര്? ഗിരിജ വ്യാസ്. അപ്പോൾ 2025 മെയ്യിൽ അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ഗിരിജ വ്യാസ്. അടുത്തത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ 2024 സീസണിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സുഭാശിഷ് ബോസ് ആണ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ 2024 സീസണിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? മോഹൻ ബഗാന്റെ സുഭാശിഷ് ബോസ് ആണ്. മികച്ച വനിതാ താരം ഈസ്റ്റ് ബംഗാളിന്റെ സൗമ്യ ഗുഗ്ലോത്ത് ആണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത്. അപ്പോൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ 2024 സീസണിലെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻ ബഗാനിന്റെ സുഭാശിഷ് ബോസിനും മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഈസ്റ്റ് ബംഗാളിന്റെ സൗമ്യ ഗുഗ്ലോത്തിനുമാണ്. അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096. ഇതിന് ചൈന സോറില്ല എന്നും ഈ കപ്പൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096. ചൈന സോറില്ല എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ 150 മീറ്റർ നീളമുള്ള ഈ അലുമിനിയം കപ്പലില് 2100 യാത്രക്കാരെയും 225 വാഹനങ്ങളെയും വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതേപോലെ 250 ടൺ ബാറ്ററികളിലാണ് ഈ കപ്പല് പ്രവർത്തിക്കുന്നത്. ഈ കപ്പൽ ഓടുന്നത് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിനും യുറുഗ്വായ്ക്കും ഇടയിലാണ് ഈ കപ്പൽ ഓടുന്നത്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഹൾ 096 എന്നാണ്. നെക്സ്റ്റ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് പിണറായി ദ ലെജൻഡ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് പിണറായി ദ ലെജൻഡ്. നെക്സ്റ്റ്, സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കളാണ് ഗോവ FC. ജംഷഡ്പൂർ FCനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ജംഷഡ്പൂർ FCനെ പരാജയപ്പെടുത്തി ഗോവ FC ആണ് 2025 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സൂപ്പർ കപ്പ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഗോവ FC ആണ്. അതേപോലെ ഗോവ FCയുടെ രണ്ടാമത്തെ കിരീടമാണ് ഇത്. ജംഷഡ്പൂർ FCനെയാണ് ഗോവ FC പരാജയപ്പെടുത്തിയത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആന്റണി ആൽബനീസ്. പാർട്ടി ചോദിച്ചാൽ അതാണ് ലേബർ പാർട്ടിയാണ് ആന്റണി ആൽബനീസിന്റെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആന്റണി ആൽബനീസ്. പാർട്ടി ലേബർ പാർട്ടിയാണ് ആന്റണി ആൽബനീസിന്റെ പാർട്ടി എന്ന് പറയുന്നത്. അടുത്തത്, ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെ ഡിസ്ക് സ്ട്രൈഡ്. ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെ ഡിസ്ക് സ്ട്രൈഡ്. കെ ഡിസ്ക് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ആണ് കെ ഡിസ്ക്. അപ്പൊ ഈ കെ ഡിസ്ക് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ട്രൈഡിന്റെ ഫുൾ ഫോം എന്താണ്? സോഷ്യൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫോർ ഇൻക്ലൂസീവ് ഡിസൈൻ എക്സലന്റ് എന്നാണ് സ്ട്രൈഡിന്റെ ഫുൾ ഫോം. സോഷ്യൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫോർ ഇൻക്ലൂസീവ് ഡിസൈൻ എക്സലന്റ് എന്നാണ് സ്ട്രൈഡിന്റെ ഫുൾ ഫോം. അപ്പോൾ ഭിന്നശേഷിക്കാർക്കായി താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെ ഡിസ്ക് സ്ട്രൈഡ്. കെ ഡിസ്ക് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ട്രൈഡ് സോഷ്യൽ ടെക്നോളജി ആൻഡ് റിസർച്ച് ഫോർ ഇൻക്ലൂസീവ് ഡിസൈൻ എക്സലന്റ് എന്നാണ് സ്ട്രൈഡിന്റെ ഫുൾ ഫോം. നെക്സ്റ്റ്, കേരളത്തിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസ് ആപ്പായ കേരള സവാരി ആപ്പിൽ പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങളാണ് കൊച്ചി മെട്രോ ടിക്കറ്റുകളും അന്തർ സംസ്ഥാന ബസ് ടിക്കറ്റുകളും. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസ് ആപ്പിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? അതാണ് കേരള സവാരി ആപ്പ്. ആ കേരള സവാരി ആപ്പിൽ പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങളാണ് കൊച്ചി മെട്രോ ടിക്കറ്റുകളും അന്തർ സംസ്ഥാന ബസ് ടിക്കറ്റുകളും. നെക്സ്റ്റ്, ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതയായത് സഞ്ജയ് ഖന്നയാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് ഖന്ന. നെക്സ്റ്റ്, എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭിക്കുന്ന ഏകജാലക സംവിധാനമാണ് ലോക കേരളം മൊബൈൽ ആപ്പ്. എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭ്യമാക്കുന്ന ഏകജാലക സംവിധാനമാണ് ലോക കേരളം മൊബൈൽ ആപ്പ്. സർക്കാർ തലത്തിൽ പ്രവാസികൾക്കായി നടപ്പിലാക്കിയ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം മൊബൈൽ ആപ്പ്. നോർക്ക റൂട്ട്സ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. നോർക്ക റൂട്ട്സ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? നോർക്ക റൂട്ട്സ് ആണ്. അതേപോലെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ് ഈ ആപ്പ് വികസിപ്പിച്ച് എടുത്തത്. അപ്പോൾ എല്ലാ സർക്കാർ സേവനങ്ങളും പ്രവാസികൾക്ക് ലഭിക്കുന്ന ഏകജാലക സംവിധാനത്തിന്റെ പേരാണ് ലോക കേരള മൊബൈൽ ആപ്പ്. ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ്. നോർക്ക റൂട്ട്സ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സർക്കാർ തലത്തിൽ പ്രവാസികൾക്കായിട്ട് ആരംഭിക്കുന്ന ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരള മൊബൈൽ ആപ്പ്. അടുത്തത്, ഓൺലൈനിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട CBIയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹാക്ക്. ഓൺലൈനിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് CBIയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹാക്ക്. CBIയുടെ സംസ്ഥാനത്തെ ആദ്യ സൈബർ കുറ്റകൃത്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? തൃശ്ശൂരാണ്. CBIയുടെ സംസ്ഥാനത്തിലെ ആദ്യ സൈബർ കുറ്റകൃത്യ കേസ് രജിസ്റ്റർ ചെയ്തത് തൃശ്ശൂരിലാണ്. IT ആക്ടിലെ സെക്ഷൻ 66D പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. IT ആക്ടിലെ സെക്ഷൻ 66D എന്താണ്? ഇലക്ട്രോണിക് ആശയവിനിമയം വഴിയുള്ള ആൾമാറാട്ടം. അത് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ CBIയുടെ സംസ്ഥാനത്തെ ആദ്യ സൈബർ കുറ്റകൃത്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച ജില്ലയാണ് കോഴിക്കോട്. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചത് കോഴിക്കോടാണ്.
അടുത്തത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പ്രകാരം ലോക രോഗപ്രതിരോധ വാരത്തിൽ ദേശീയ സീറോ മീസിൽസ് റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യമാണ് ഇന്ത്യ. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പ്രകാരം ലോക രോഗപ്രതിരോധ വാരത്തിൽ സീറോ മീസിൽസ് റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇന്ത്യയിലാണ്. എന്നാണ് ലോക രോഗപ്രതിരോധ വാരമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 24 മുതൽ 30 വരെയാണ് ലോക രോഗപ്രതിരോധ ദിനം. 2026 ആകുമ്പോഴേക്കും രോഗപ്രതിരോധത്തിലൂടെ മീസിൽസ്, റുബെല്ല എന്നിവ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പ്രകാരം ലോക രോഗപ്രതിരോധ വാരത്തിൽ ദേശീയ സീറോ മീസിൽസ് റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇന്ത്യയിലാണ്. 2026 കൂടി പൂർണ്ണമായും മീസിൽസ്, റുബെല്ല എന്നിവ രോഗപ്രതിരോധത്തിലൂടെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, നഗരത്തിലെ ദരിദ്രർക്ക് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ സർക്കാർ ആരംഭിച്ച സംരംഭമാണ് സഹജോഗ്. നഗരത്തിലെ ദരിദ്രർക്ക് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ സർക്കാർ ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് സഹജോഗ്. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരിയിലാണ്. നെക്സ്റ്റ്, 2025 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 151 ആണ്. 2025 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? നോർവേക്കാണ് ഒന്നാം സ്ഥാനം. ടോട്ടൽ 180 രാജ്യങ്ങളുടെ പട്ടികയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. ഒന്നാം സ്ഥാനം നോർവേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ് 4 അന്തരിച്ച സാക്ഷരതാ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ വ്യക്തിയാണ് KV റാബിയ, കറിവേപ്പിൽ റാബിയ. 2025 മെയ് 4 അന്തരിച്ച സാക്ഷരതാ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായുള്ള വ്യക്തിയാണ് KV റാബിയ. ഇവർക്ക് 2022 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2022 പത്മശ്രീ ലഭിച്ചത് KV റാബിയയ്ക്ക് പത്മശ്രീ ലഭിച്ചത് എന്നാണ്? 2022 അതേപോലെ 2014 കേരള സർക്കാരിന്റെ വനിതാ രത്നം പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? KV റാബിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 1999 പ്രഥമ കണ്ണകി പുരസ്കാരം ലഭിച്ചതും ആർക്കാണ്? KV റാബിയയ്ക്കാണ്. KV റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. അപ്പോൾ 2025 മെയ് 4 അന്തരിച്ച സാക്ഷരതാ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ വ്യക്തിയാണ് KV റാബിയ. കറിവേപ്പിൽ റാബിയ എന്നതാണ് പൂർണ്ണനാമം. ഇവർക്ക് 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നെക്സ്റ്റ്, സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിമുക്ത ക്യാമ്പയിനാണ് കിക്ക് ഡ്രഗ്സ്. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിമുക്ത ക്യാമ്പയിനിന്റെ പേരാണ് കിക്ക് ഡ്രഗ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ AI ഡേറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡേറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാംഗ്ലൂരിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഗവേഷണ ഡയറക്ടറായി മലയാളിയാണ് R ഹരികുമാർ. ബാംഗ്ലൂരിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഗവേഷണ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് R ഹരികുമാർ.
അടുത്ത ക്വസ്റ്റ്യൻ, ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള QPIAI പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ സ്റ്റാക്ക് ക്വാണ്ടം കമ്പ്യൂട്ടർ ആണ് QPAI ഇൻഡസ്. ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള QPIAI പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ സ്റ്റാക്ക് ക്വാണ്ടം കമ്പ്യൂട്ടർ ആണ് QPIAI ഇൻഡസ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് QPI ഇൻഡസ് എന്ന് പറയുന്നത്. അപ്പൊ ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള QPIAI പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ സ്റ്റാക്ക് ക്വാണ്ടം കമ്പ്യൂട്ടർ ആണ് QPAI ഇൻഡസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂഡൽഹിയിലെ ICAR വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ 2 ജീനോം എഡിറ്റ് ചെയ്ത നെല്ലിനങ്ങളാണ് DRR DAN100 ഉം പ്യുസാറൈസ് DST1 ഉം. ന്യൂഡൽഹിയിലെ ICAR എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. അപ്പൊ ന്യൂഡൽഹിയിലെ ICAR വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ 2 ജീനോം എഡിറ്റ് ചെയ്ത നെല്ലിനങ്ങളാണ് DRR DAN100 ഉം പ്യുസാറൈസ് DST1 ഉം. ഇതിൽ DRR DAN100 കമല എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ SDN1 ജീനോം എഡിറ്റിംഗ് പ്രകാരമാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. SDN1 ജീനോം എഡിറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ പ്യുസാറൈസ് DST1 ഡെവലപ്പ് ചെയ്തത് CRISPR-Cas9 ഉപയോഗിച്ചാണ് പ്യുസാറൈസ് DST1 ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ന്യൂഡൽഹിയിലെ ICAR വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ 2 ജീനോം എഡിറ്റ് ചെയ്ത നെല്ലിനങ്ങളാണ് DRR DAN100 ഉം പ്യുസാറൈസ് DST1 ഉം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ പാകിസ്ഥാൻ പരീക്ഷിച്ച ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ് അബ്ദാലി. 2025 മെയ്യിൽ പാകിസ്ഥാൻ പരീക്ഷിച്ച ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ് അബ്ദാലി. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള സർഫസ് ടു സർഫസ് മിസൈലാണ് ഏത്? അബ്ദാലി. ഇപ്പോൾ 2025 മെയ്യിൽ പാകിസ്ഥാൻ പരീക്ഷിച്ച ഉപരിതല ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്താണ്? അബ്ദാലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ്. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ്. 2003 സ്കൈപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? സ്കൈപ്പ് ആണ്. 2003 സ്കൈപ്പ് വരുന്നത്. നെക്സ്റ്റ്, വാഹന സാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? കേരളത്തിന് 4ാം സ്ഥാനമാണ്. വാഹന സാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 425/1000 ആണ് കേരളത്തിന്റെ വാഹന സാന്ദ്രത എന്ന് പറയുന്നത്. വാഹന സാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ്. കേരളത്തിന്റെ വാഹന സാന്ദ്രത എത്രയാണ്? 425/1000 ആണ്. 1ാം സ്ഥാനം ആർക്കാണ്? ചണ്ഡീഗഡിനാണ് 1ാം സ്ഥാനം. ചണ്ഡീഗഡിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം പുതുച്ചേരിക്കാണ് 2ാം സ്ഥാനം. 2ാം സ്ഥാനം പുതുച്ചേരിക്കാണ്. അപ്പൊ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? കേരളത്തിന് 4ാം സ്ഥാനമാണ്. 425/1000 ആണ് കേരളത്തിന്റെ വാഹന സാന്ദ്രത. 1ാം സ്ഥാനം ചണ്ഡീഗഡിനാണ് 702/1000. 702/1000 ആണ് ചണ്ഡീഗഡിന്. 2ാം സ്ഥാനം പുതുച്ചേരിക്കും. 3ാം സ്ഥാനം ഗോവയ്ക്കും മാത്രം. 3ാം സ്ഥാനം ഗോവയ്ക്കും. 4ാം സ്ഥാനം കേരളത്തിനും. അപ്പൊ വാഹന സാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? കേരളത്തിന്റെ 4ാം സ്ഥാനമാണ്. കേരളത്തിന്റെ വാഹന സാന്ദ്രത ചോദിച്ചാൽ 425/1000 ആണ്. 1ാം സ്ഥാനം ചണ്ഡീഗഡിനും, 2ാം സ്ഥാനം പുതുച്ചേരിക്കും, 3ാം സ്ഥാനം ഗോവയ്ക്കുമാണ്. അടുത്തത്, സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ലോറൻസ് വോങ്. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ലോറൻസ് വോങ്. പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടി. പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയാണ് ലോറൻസ് വോങ്ങിന്റെ പാർട്ടി. പീപ്പിൾസ് ആക്ഷൻ പാർട്ടിക്കാരനായ ലോറൻസ് വോങ് ആണ് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും അധികാരത്തിൽ വന്ന വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15 മണിക്കൂറോളം വാർത്താ സമ്മേളനം നടത്തി റെക്കോർഡ് സ്ഥാപിച്ച മാലിദ്വീപിന്റെ പ്രസിഡന്റ്
പ്രസിഡന്റ് ആണ് മുഹമ്മദ് മുയ്സു. 15 മണിക്കൂറോളം വാർത്താ സമ്മേളനം നടത്തി റെക്കോർഡ് സ്ഥാപിച്ച മാലിദ്വീപ് പ്രസിഡന്റ് ആണ് മുഹമ്മദ് മുയ്സു. നെക്സ്റ്റ്, മാഡ്രിഡ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ആര്യാന സബലങ്ക. 2025 മാഡ്രിഡ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? ആര്യാന സബലങ്കയാണ്. കൊക്കോ ഗാഫിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ മാഡ്രിഡ് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? ആര്യാന സബലങ്കയാണ്. കൊക്കോ ഗാഫിനെയാണ് പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7-നാണ് ഇത് ആരംഭിച്ചത്. 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7-നാണ് ഇത് ആരംഭിച്ചത്. നെക്സ്റ്റ്, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായത് അഡ്വക്കേറ്റ് OM ശാലിന. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായ വ്യക്തിയാണ് അഡ്വക്കേറ്റ് OM ശാലിന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മെയ്യിൽ ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് നിക്കരാഗോ. അപ്പോൾ 2025 മെയ്യിൽ ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? നിക്കരാഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ശിവ. അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴക്കാലവുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ട് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി ഡൽഹി സർക്കാർ നടപ്പിലാക്കുന്ന ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പറാണ് 311. മഴക്കാലവുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ട് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി ഡൽഹി സർക്കാർ നടപ്പിലാക്കുന്ന ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പറാണ് 311. അടുത്തത്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് പ്രാചി ആൻഡ് മായങ്ക് ചൗധരി. ഷൂട്ടിങ്ങിലാണ് മെഡൽ നേടുന്നത്. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് പ്രാചി ആൻഡ് മായങ്ക് ചൗധരി. ഷൂട്ടിങ്ങിലാണ് മെഡൽ നേടുന്നത്. രാജസ്ഥാനിന്റെ പ്രാചി ആൻഡ് മായങ്ക് ചൗധരി. ഇപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് പ്രാചി ആൻഡ് മായങ്ക് ചൗധരി. നെക്സ്റ്റ്, മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് കാസ്പർ റൂഡ് ആണ്. നോർവേയുടെ കാസ്പർ റൂഡ് ആണ് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ്. കാസ്പർ റൂഡ് ആണ്. നോർവേയുടെ കാസ്പർ റൂഡ് ആണ് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ്. നെക്സ്റ്റ്, ജർമ്മനിയുടെ പുതിയ ചാൻസലറായി നിയമിതനായ വ്യക്തിയാണ് ഫ്രെഡറിക് മേഴ്സ്. ജർമ്മനിയുടെ പുതിയ ചാൻസലറായി നിയമിതനായ വ്യക്തി ആരാണ്? ഫ്രെഡറിക് മേഴ്സ് ആണ്. നെക്സ്റ്റ്, ചന്ദ്രനിൽ മൂൺ ഹൗസ് എന്ന ലക്ഷ്യത്തോടെ ജപ്പാൻ വിക്ഷേപിച്ച സ്വകാര്യ പേടകമാണ് റീസൈലിയൻസ്. ചന്ദ്രനിൽ മൂൺ ഹൗസ് എന്ന ലക്ഷ്യത്തോടെ ജപ്പാൻ വിക്ഷേപിച്ച സ്വകാര്യ പേടകമാണ് റീസൈലിയൻസ്. അപ്പോൾ ചന്ദ്രനിൽ മൂൺ ഹൗസ് എന്ന ലക്ഷ്യത്തോടെ ജപ്പാൻ വിക്ഷേപിച്ച സ്വകാര്യ പേടകത്തിന്റെ പേരാണ് റീസൈലിയൻസ്. നെക്സ്റ്റ്, വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകനാണ് ഫുവൻ റിഗു. വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിസ്റ്റ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകനാണ് ഫുവൻ റിഗു. നെക്സ്റ്റ്, പ്രഥമ MP വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെക്കാണ്
പ്രഥമ MP വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പ്രഥമ MP വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തുക എന്നതാണ്. റെഡ് ക്രോസ് ദിനം എന്താണ്? മെയ് 8 ആണ് റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2025 റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തുക എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് അഭ്യാസമായ ഓപ്പറേഷൻ അഭ്യാസ് നടത്തിയത് എന്നാണ്? 2025 മെയ് 7 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് അഭ്യാസമായ ഓപ്പറേഷൻ അഭ്യാസ് നടത്തിയത് 2025 മെയ് 7. അടുത്ത ക്വസ്റ്റ്യൻ, കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ് ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയുടെ പേരെന്താണ്? ജ്യോതി. നെക്സ്റ്റ്, 267ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് റോബർട്ട് പെർവോസ്റ്റ്. 267ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് പെർവോസ്റ്റിനെയാണ്. അമേരിക്കയാണ് സ്വദേശം. അമേരിക്കൻ സ്വദേശിയാണ് റോബർട്ട് പെർവോസ്റ്റ്. അമേരിക്കയിൽ നിന്നും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തിയാണ് റോബർട്ട് പെർവോസ്റ്റ്. അതേപോലെ ഇദ്ദേഹം ഇനി മുതൽ ലിയോ 14 എന്ന് അറിയപ്പെടും. ലിയോ 14 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 267ാമത് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? റോബർട്ട് പെർവോസ്റ്റ് ആണ്. സ്വദേശം അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്നും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വ്യക്തിയാണ് റോബർട്ട് പെർവോസ്റ്റ്. ലിയോ 14 എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പോൾ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ജില്ലയാണ് കൊല്ലം ജില്ല. 2ാം സ്ഥാനം തൃശൂർ ജില്ലക്കാണ്. 2ാം സ്ഥാനം. 3ാം സ്ഥാനം എറണാകുളം, വയനാട് എന്നീ ജില്ലകൾക്കാണ് 3ാം സ്ഥാനം കിട്ടിയത്. എറണാകുളം, വയനാട് എന്നീ ജില്ലകൾക്കാണ് ജില്ലാ മിഷൻ പുരസ്കാരത്തിനുള്ള 3ാം സമ്മാനം കിട്ടിയത്. അപ്പോൾ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കൊല്ലം ജില്ലയാണ്. 2ാം സ്ഥാനം തൃശൂരിനാണ്. 3ാം സ്ഥാനം ആർക്കാണ്? എറണാകുളം, വയനാട് ജില്ലകളാണ് 3ാം സ്ഥാനം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.